നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ. ഒമാനിൽ മഴയിൽ 10 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 18ആയി. UAE വിവിധയിടങ്ങളിൽ വെള്ളത്തിനടിയിലായി. നാളെ വൈകിട്ട് വരെ ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. ബഹ്റൈനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി. ഗൾഫ് നാടുകളിലെങ്ങും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. UAE 7 എമിറേറ്റുകളിലും ഇന്നലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്. പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞ് ഗതാഗതം താറുമാറായി. പലയിടങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ കാര്യമായി ബാധിച്ചു. ഇന്ന് നടത്തേണ്ടിയിരുന്ന 17 വിമാന സർവീസുകൾ റദ്ദാക്കി. 3 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വ്യാവസായിക മേഖലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. ഷാർജയിൽ പല കമ്പനികളുടെയും വെയർഹൌസുകൾ പലതും വെള്ളത്തിനടിയിലായി. അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ റോഡ് തകർന്നു. സ്കൂളുകളിൽ ഇന്നും നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഒമാനിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഒരു മലയാളി ഉൾപ്പെടെ 18 പേർക്കാണ് ഒമാനിൽ ഇതുവരെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 10 പേർ കുട്ടികളാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ, അൽ വുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റിനിലെ വിവിധ മേഖലകളിലും മഴ തുടരുകയാണ്. ബഹ്റിനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ സ്ട്രീറ്റ് റൗണ്ട് അബൌട്ട്, ബുരി ടണൽ, അൽബത്ത സ്ട്രീറ്റ്, അൽ ഖത്തെ സ്ട്രീറ്റ് ടണൽ, ഷെയ്ഖ് സൽമാൻ സ്ട്രീറ്റ്, ഈസ ടൗൺ ഗേറ്റ് ടണൽ എന്നിവിടങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബഹ്റിനിലെ സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ പലയിടത്തും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 24 ദുബായ്. ഖത്തറിലെ സീലൈൻ ബീച്ചിൽ തിരയിൽപ്പെട്ട ഡോക്ടർ മുങ്ങി മരിച്ചു. സിറിയൻ വംശജനായ ഡോക്ടറാണ് മരിച്ചത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂളുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. ഗൾഫ് മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് സീലൈൻ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ ഡോക്ടർ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചത്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പീഡിയാട്രിക് ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മാജിദ് സുലൈമാൻ അൽ ഷൻവാറാണ് മരിച്ചത്. മൃതദേഹം ഇന്ന് ഖത്തറിൽ സംസ്കരിച്ചു. ബുധനാഴ്ച വരെ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗം കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തിങ്കളാഴ്ച രാത്രി മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടതിന് പിന്നാലെ സർക്കാർ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂളുകൾ, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റുകയും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേരിട്ടെത്തുന്നതിൽ നിന്നും അവധി നൽകുകയും ചെയ്തിരുന്നു. അതേസമയം നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിച്ചു. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24 ദോഹ. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് വിഭാഗത്തിലെ ക്ലാസുകൾ വ്യാഴാഴ്ച വരെ ഓൺലൈനിലേക്ക് മാറ്റി. 3ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയാണ് ഓൺലൈനിലേക്ക് മാറ്റിയത്. കാറ്റിലും മഴയിലും സ്കൂൾ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റിയത്. എന്നാൽ ഗേൾസ് വിഭാഗം ക്ലാസുകൾ നാളെ മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. സൗദിയിൽ ഗതാഗത നിയമലംഘന പിഴകൾക്ക് 50% ഇളവ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 6 മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കുന്നവർക്കാണ് ഇളവ് ലഭിക്കുക. സൗദിയിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തപ്പെട്ട പിഴകളിൽ 50% ഇളവ് നൽകുന്ന നിയമം ഏപ്രിൽ 18 വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരും. ഏപ്രിൽ 18 മുതൽ ഒക്ടോബർ 18 വരെയുള്ള 6 മാസമാണ് 50% ഇളവ് നൽകുന്നത്. സദ്ദാദിലും ഇഫ പ്ലാറ്റ്ഫോമിലും ഓട്ടോമാറ്റിക്കായി ഇളവോടുകൂടി പിഴ അടയ്ക്കാനുള്ള സൗകര്യം പ്രത്യക്ഷപ്പെടും. ഇളവ് ലഭിക്കാൻ പ്രത്യേക അപേക്ഷ നൽകുകയോ ഏതെങ്കിലും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ ട്രാഫിക് ഡയറക്ടറേറ്റ് ഓഫീസുകൾ സന്ദർശിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഇളവോടുകൂടി പിഴ അടക്കാമെന്ന് പറഞ്ഞ് പല വെബ്സൈറ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും ടെലിഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും സൂചിപ്പിച്ച അധികൃതർ ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 18 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്ന പിഴകൾക്കാണ് 50% ഇളവ് നൽകുന്നത്. ഏപ്രിൽ 18 മുതൽ 6 മാസത്തിനകം പിഴ അടക്കണം എന്നതാണ് വ്യവസ്ഥ. ഏപ്രിൽ 18 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന പിഴകൾക്ക് 25% ഇളവ് നൽകും. സമയപരിധിക്കുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും.
അതേസമയം പൊതുസുരക്ഷയെ ബാധിക്കുന്ന 4 തരം നിയമലംഘനങ്ങൾക്ക് പിഴയിൽ ഇളവ് ലഭിക്കില്ല. വാഹനങ്ങൾ കൊണ്ട് അഭ്യാസം കാണിക്കൽ, മയക്കുമരുന്നോ മറ്റു നിരോധിത വസ്തുക്കളോ കഴിച്ച് വാഹനമോടിക്കൽ, 120 കിലോമീറ്റർ വേഗപരിധിയുള്ള സ്ഥലങ്ങളിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ അഥവാ 170 കിലോമീറ്റർ വേഗത്തിൽ വാഹനമോടിക്കൽ, 140 വേഗപരിധിയുള്ള സ്ഥലങ്ങളിൽ 30 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ വാഹനമോടിക്കൽ എന്നിവയാണ് പിഴകളിൽ ഇളവ് ലഭിക്കാത്ത നിയമലംഘനങ്ങൾ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മനുഷ്യ മനസ്സിന്റെ ആസക്തി എന്ന വിഷയത്തിൽ ജിദ്ദയിൽ കേരള പൗരാവലി സംഘടിപ്പിച്ച സംവാദ സദസ്സ് ശ്രദ്ധേയമായി. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് സംവാദം ഉദ്ഘാടനം ചെയ്തു. കോമ്പസ് ഫൗണ്ടേഷൻ സ്ഥാപകൻ മുഹമ്മദ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യ മനസ്സിന്റെ ആസക്തി, LGBT വിഷയത്തിലെ ചലനാത്മകത എന്ന വിഷയത്തിലാണ് ജിദ്ദ കേരള പൗരാവലി സംവാദം സംഘടിപ്പിച്ചത്. ജിദ്ദയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു. കോമ്പസ് ഫൗണ്ടേഷൻ സ്ഥാപകനും ഗവേഷകനുമായ മുഹമ്മദ് സലാഹുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ആസക്തികളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്ത സദസ്സ് ഇവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹത്തായ സംസ്കാരത്തെ തള്ളിപ്പറയുന്ന പാഠങ്ങളാണ് ഇന്ന് ആസൂത്രിതമായി കുട്ടികളിലേക്ക് പോലും പകർന്നു നൽകുന്നതെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തനതായ സംസ്കാരത്തെ മറന്നുകൊണ്ട് പുതിയ പലതും അവരിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു സമ്പ്രദായമാണ് പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ സിലബസിൽ പോലും പല പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആരും അറിയാതെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വതന്ത്ര ചിന്തയെക്കുറിച്ച തെറ്റായ വ്യാഖ്യാനവും ധാരണയുമാണ് മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് പുതിയ തലമുറയെ എത്തിക്കുന്നതെന്ന് മുഹമ്മദ് സലാഹുദ്ദീൻ പറഞ്ഞു. ഇതിനു പിന്നിലെ കമ്പോള താൽപര്യങ്ങൾ നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ റാഫി ഭീമാപള്ളി അവതാരകനായിരുന്നു. മൻസൂർ വയനാട് സ്വാഗതവും വേണു അന്തിക്കാട് നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹലാ ഷോപ്പ് ആൻഡ് വിൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഒരാൾക്ക് നിസാൻ പെട്രോൾ SUVയും 2 പേർക്ക് നിസാൻ എക്സ് ട്രയൽ ക്രോസ് ഓവർ SUVയും സമ്മാനമായി ലഭിച്ചു. കൂടാതെ 30 പേർക്ക് iPhone 15 Proയും ലഭിച്ചു. അൽറായ് ബ്രാഞ്ചിൽ നടന്ന സമ്മാന വിതരണത്തിൽ ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെയുള്ള ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തു. സൗദി ദമാമിലെ ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസ ദമാം ചാപ്റ്ററും ഖിമത് സിഹ മെഡിക്കൽ സെന്ററുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 19 ഉച്ചയ്ക്ക് 3 മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ വിവിധ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 050-380-4635, 050-150-6350 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മലയാള നാടക നടൻ സൗദിയിലെ ദമാമിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചു. കൊല്ലം തിരുത്തിക്കര സ്വദേശി ജോബി ടി ജോർജാണ് മരിച്ചത്. ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 22 വർഷമായി ദമാമിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ദമാമിലുണ്ട്. നാടക കലാകാരനായ ജോബി ദമാം നാടകവേദിയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. മലയാളികളുടെ ആഗോള ശൃംഖലയായ 24 കണക്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം. പ്രമുഖ വ്യവസായി MA യൂസഫലി നിർമ്മിച്ചു നൽകുന്ന 5ൽ 3 വീടുകളുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. 24ന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പ്രഖ്യാപനമുണ്ടായത്. 24 കണക്റ്റിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായി വ്യവസായി MA യൂസഫലിയും കൈകോർത്തു. 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിൽ 3 വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. നിർധനർക്ക് കൈത്താങ്ങാവുന്ന 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് വ്യവസായി MA യൂസഫലി. ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് തറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടൻ തന്നെ പണിത് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും എൻ്റെ ഒരു അംശം SKയ്ക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും അതിൽ എല്ലാ ജോലിക്കാർക്കും കിട്ടും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ വീടുകൾ ഒരുങ്ങുന്നത്. ചെങ്ങളം സ്വദേശി അലീന മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിന് വിഷുദിനത്തിൽ തുടക്കമായി. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം വിനോദ്, അസറ്റ് ഹോംസ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ബിനു, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ഇത്രയും മികച്ച രീതിയിൽ അവർക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ
വളരെ സന്തോഷം. ഏറ്റവും നല്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്യുന്ന പോലല്ല. ഞങ്ങളിപ്പോൾ കായംകുളം തൊട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് 24 കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് 5 വീടുകൾ ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള രസവും ഉണ്ട്. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി രജിത്ര മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് കൈപിടിച്ചുയർത്തിയ ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ യൂസഫ് അലി സാറ്, അസറ്റ് ഹോംസ്, അതുപോലെ തന്നെ SKN സാർ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഭരണസമിതിയുമായി ആലോചിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സിനി കനീഷിനും കുടുംബത്തിനും വേണ്ടിയുള്ള വീട് കായംകുളം കരിയിലകുളങ്ങരയിലാണ് ഒരുങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല, അതിലുപരി നന്ദി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഒരു വലിയ കടപ്പാട് 24നും ഫ്ലവേഴ്സിനും യൂസഫ് അലി സാറിനോടും ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണും. കന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വീടിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം നടക്കുന്നത്. വൃക്ക തകരാറിലായിരുന്ന കനീഷിന് ഒരു വൃക്ക ദാനം നൽകിയത് അയൽവാസിയായ തുളസിയാണ്. സിനിക്കും കനീഷിനും വീടൊരുങ്ങുമ്പോൾ തുളസിയായിരുന്നു മുഖ്യാതിഥി. ഒരു 35ാമത്തെ വയസ്സിൽ തോന്നിയ ഒരാഗ്രഹം എനിക്കിത്, ഏതെങ്കിലും ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷെ അത് ഇത്രയും കൂടിയ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിക്കായതുകൊണ്ട് സന്തോഷമായിട്ട്. ആദ്യഘട്ടത്തിൽ 5 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓണത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊച്ചിയിലെ അസറ്റ് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അസറ്റ് ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽകുമാർ വി പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ചാരിറ്റി കർമ്മത്തിൽ പങ്കാളികളാവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ, വയനാട് ജില്ലകളിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ഡെസ്ക് 24. ആന എഴുന്നള്ളിപ്പിൽ വീണ്ടും വനംവകുപ്പിന്റെ ഉത്തരവ്. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെ പരിശോധിക്കാൻ വൻ സംഘം എത്തുന്നു. 8 RRT സംഘങ്ങളായി 80 അംഗങ്ങൾ. വയനാട് എലിഫന്റ് സ്ക്വാഡ്, 5 ജില്ലകളിൽ നിന്നുള്ള വനംവകുപ്പ് വെറ്ററിനറി സർജൻമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടാകും. ആന ഇടഞ്ഞാൽ നിയന്ത്രിക്കാനായി കൺട്രോൾ റൂം ആരംഭിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. തിരികെ വാർത്തകളിലേക്ക്. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുക്കുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പരാതി പോരും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഷാഫി പറമ്പലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം UDF അറിവോടെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. BJP പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ BJPക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. രാജ്യത്ത് BJP തരംഗമോ മോദി തരംഗമോ ഇല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിനിടെ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ
വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2ാം ദിനം. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് മറുപടി നൽകാൻ ഇടതുമുന്നണി ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. INL പച്ചക്കൊടി വീശിയാണ് CPI നേതാവ് ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 2ാം ദിനത്തിൽ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങൾ പിന്നിട്ട് വണ്ടൂരിൽ സമാപിച്ചു. വിവിധയിടങ്ങളിൽ ആയിരങ്ങളാണ് റോഡ് ഷോയുടെ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം. And the BJP, RSS and the Prime Minister are attacking the Constitution, attacking the value system, attacking the entire idea of India. He doesn't really have an understanding of what India is. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളെന്ന് രാഹുൽ ഗാന്ധി. To my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഉപേക്ഷിച്ചത് വിവാദമായിരിക്കെ INL പച്ചക്കൊടി വീശിയാണ് CPIM PB അംഗം ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. This is the flag of the INL. അമേഠിയും റായ്ബറേലിയും ഉപേക്ഷിച്ച് രാഹുൽ എന്തിനാണ് വയനാട്ടിൽ വന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ചോദിച്ചു. What about Amethi and Raebareli? Are the Congress leaders going to desert Amethi and Raebareli? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇടതു സ്ഥാനാർത്ഥി ആനി രാജയ്ക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 മലപ്പുറം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ഛത്തീസ്ഗഡിൽ കാങ്കറിലുണ്ടായ ഏറ്റുമുട്ടലിൽ 29 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 3 പോലീസുകാർക്കും പരിക്കേറ്റു. കാങ്കർ ജില്ലയിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബിനഗുഡ് വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. BSFും മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയിരുന്നു. ഉച്ചയോടെ തെരച്ചിൽ ഉൾവനത്തിലെത്തി. പിന്നാലെ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് കമാൻഡറും മുതിർന്ന മാവോയിസ്റ്റ് നേതാവുമായ ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സർക്കാർ 25 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് നേതാവാണ് ശങ്കർ റാവു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മാവോയിസ്റ്റുകളുടെ വൻ ആയുധശേഖരവും സുരക്ഷാസേന പിടിച്ചെടുത്തു. AK-47 തോക്കുകളും IED ബോംബ് നിർമ്മാണത്തിനുള്ള സാമഗ്രികളും വയർലെസ് സെറ്റുകളുമാണ് പിടിച്ചെടുത്തത്. ബിനഗുഡ് മേഖലയിലെ മാവോയിസ്റ്റ് സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ ഫെബ്രുവരിയിൽ 3 മാവോയിസ്റ്റുകളെയും മാർച്ചിൽ 1 മാവോയിസ്റ്റിനെയും വധിച്ചിരുന്നു. സമീപകാലത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനാണ് ഇന്ന് നടന്നതെന്ന് ബസ്തർ IG വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ 1ാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശക്തമായ സുരക്ഷാ വിന്യാസമാണ് മേഖലയിലും സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. നീക്കങ്ങൾ വേഗത്തിലാക്കി ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വസുദേവനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട രേഖകൾ CMRL EDക്ക് കൈമാറി. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ED ചോദ്യം ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ ED ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മടങ്ങിയത്. ചോദ്യം ചെയ്യലിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന് കാണിച്ചാണ് CMRL ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിരുദ്ധമായി ED തടങ്കലിൽ വെച്ചെന്നും CMRL ഉദ്യോഗസ്ഥർ ആരോപിച്ചു. തടങ്കലിൽ വെച്ചതല്ലെന്നും ചോദ്യം ചെയ്തതാണെന്നും ED മറുപടി നൽകി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CMRL ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയുമാണ് ED ഇന്ന് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട CMRL MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ED നോട്ടീസ് നൽകി. നോട്ടീസ് ചോദ്യം ചെയ്ത കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി അയച്ചു തന്നാൽ മറുപടി നൽകാമെന്നും ശശിധരൻ കർത്ത EDയെ അറിയിച്ചു.
24 കൊച്ചി. മാസപ്പടി വിവാദത്തിൽ മകളെ ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അതേസമയം ED അയച്ച് കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പേടിപ്പിച്ചാൽ ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ LDF എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിനിടെ മാസപ്പടി കേസിൽ മറുപടി പറയാതെയാണ് പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ മകളിലേക്ക് ഈ അന്വേഷണം എത്തും, അല്ലെങ്കിൽ നോട്ടീസൊക്കെ കൊടുക്കും, ചോദ്യം ചെയ്യുമെന്നൊരു തോന്നലുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്നു, ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക്, ബാക്കി നമുക്ക് പിന്നീട് പറയാം. ED ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ് മാറി, മടിയിൽ കനമുള്ളവരാണ് അവർ. എന്നാൽ കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളയാൻ വേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും ED ഇറക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് ഭയപ്പെടുത്തി കളയാൻ വേണ്ടി ഇപ്പൊ അഴിച്ചുവിട്ടിരിക്കുക. ആ ഭീഷണി നടത്തുന്ന നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേടിപ്പിച്ചാൽ അങ്ങ് ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ സർക്കാരും എന്നുള്ളതാണ്. കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യമാവുന്നത്. അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ BJPക്കെതിരെ തിരിഞ്ഞിരിക്കുക. ദിലീപിന് വീണ്ടും തിരിച്ചടി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി. ജില്ലാ ജഡ്ജി തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ദിലീപിന്റെ അപ്പീൽ. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മൊഴി നൽകേണ്ടതില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും അതിജീവിത കോടതിയിൽ മറുപടി നൽകി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴികൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അതിജീവിത വ്യക്തമാക്കി. പിന്നാലെ കേസിൽ വിശദവാദം കേട്ട കോടതി ദിലീപിന്റെ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ N. നഗരേഷ്, PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. S. ശ്രീകാന്ത്, 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.